Hello guys, this is Anna. RRB ALP എക്സാം നാളെ സ്റ്റാർട്ട് ആവുകയാണ്. ദാറ്റ് ഈസ് 25th നവംബർ. 5 ദിവസമാണ് എക്സാം നടക്കുന്നത്. ഓൾ ഓവർ ഇന്ത്യ എക്സാം നടക്കുന്നുണ്ട്. 25, 26, 27, 28, 29 എന്നീ ഡേറ്റുകളിലാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇത് CBT 1 ആണ്. ALPക്ക് വേണ്ടിയുള്ള CBT 1 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണിത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ഇമെയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിൽ എല്ലാ ഇൻഫർമേഷനും ഉണ്ട്. ലിങ്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് രജിസ്ട്രേഷൻ നമ്പർ, പാസ്വേഡ്, ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. രജിസ്ട്രേഷൻ നമ്പർ ഒരു 12 ഡിജിറ്റിൻ്റെ ഒരു നമ്പർ ആയിരിക്കും. രജിസ്ട്രേഷൻ നമ്പറും റോൾ നമ്പറും രണ്ടും കൂടെ മിക്സായി കൺഫ്യൂസ് ആവരുത്. ഇവിടെ രജിസ്ട്രേഷൻ നമ്പറാണ് യൂസ് ചെയ്യേണ്ടത്. ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ഇതുപോലൊരു പേജ് കാണാൻ കഴിയും. ഓക്കെ, അതിനകത്ത് 3 ടാബ് ഉണ്ട്. സിറ്റി ഇൻഫർമേഷൻ, ഈക്വൽ ലെറ്റർ, ഹെൽപ്പ് ഡെസ്ക്. ഞാനിത് രണ്ടും കാണിക്കാത്തത് പ്രൈവസിയുടെ ഒരു വിഷയം ഉള്ളത് കൊണ്ടാണ്. സിറ്റി ഇൻഫർമേഷനകത്ത് നിങ്ങൾക്ക് ഏത് സിറ്റിയിലാണ് എക്സാം, ഏത് ഡേറ്റിലാണ്, ഏത് ടൈമാണ്, ഏത് ഷിഫ്റ്റാണ്, ആ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ കഴിയും. ആൾമോസ്റ്റ് എല്ലാവർക്കും ഒക്കെ അഡ്മിറ്റ് കാർഡ് ഇപ്പം വന്നു കാണും. പക്ഷേ 4 ദിവസം മുന്നേ അല്ലേ വരത്തുള്ളൂ. അപ്പോൾ 29-ാം തീയതി എക്സാം നടക്കുന്നവർക്ക് വന്ന് കാണത്തില്ല. ബാക്കി എല്ലാവർക്കും അഡ്മിറ്റ് കാർഡ് ഇമെയിലായിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഈക്വൽ ലെറ്ററിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ ടാബിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെന്യൂ, എക്സാം എവിടെയാണ് നടക്കുന്നത്, ഏത് ടൈമാണ്, ഏത് ഡേറ്റാണ്, ഏത് ഷിഫ്റ്റാണ്, എല്ലാ ഡീറ്റെയിൽസും കാണാൻ കഴിയും. അതിന് തൊട്ട് താഴെയായിട്ട് ഒരു ചെറിയ ഇതുപോലെ തന്നെയുള്ള ഒരു ടാബ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടും. ഞാൻ ഇതിനകത്ത് കുറച്ച് എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ട്. കാരണം പ്രൈവസിയുടെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏത് ബോർഡിൽ നിന്നാണോ അപ്ലൈ ചെയ്തേക്കുന്നത് അതിവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. തിരുവനന്തപുരം ബോർഡാണ് ഞാൻ അപ്ലൈ ചെയ്തേക്കുന്നത്, അതുകൊണ്ട് തിരുവനന്തപുരമാണ് ഇവിടെ. ഓക്കെ, ഇനി റോൾ നമ്പർ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തേക്കാണ്. രജിസ്ട്രേഷൻ നമ്പറുണ്ട്, നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്, എക്സാം സെന്റർ, ഇവിടെ എക്സാമിന്റെ ഫുൾ അഡ്രസ്സ് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഏത് മീഡിയമാണ്, മലയാളമാണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്. ഇപ്പം മലയാളം ചൂസ് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളവും കിട്ടും. അല്ല, നിങ്ങൾ ഇംഗ്ലീഷ് മാത്രമാണ് ചൂസ് ചെയ്തേക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ലാംഗ്വേജും കിട്ടത്തില്ല. ഇംഗ്ലീഷ് മാത്രമേ CBT ക്വസ്റ്റ്യൻ പേപ്പർ വരികയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എക്സാമിന്റെ ഡേറ്റ്, ഷിഫ്റ്റ് ഒക്കെ കറക്റ്റായിട്ട് നോക്കി പോകണം, ടൈമൊക്കെ കേട്ടോ. നേരത്തെ തന്നെ എക്സാം സെന്ററിൽ എത്തണം. ഇവിടെ ഗൂഗിൾ മാപ്പ് വന്നിട്ടുണ്ട്. എക്സാക്ട് ലൊക്കേഷൻ നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടും. കാരണം ചിലപ്പോൾ ഈ ലാൻഡ്മാർക്കൊക്കെ കുറച്ച് കൺഫ്യൂസ് ആവും. അതുകൊണ്ട് നിങ്ങൾ ഗൂഗിൾ മാപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നേരത്തെ തന്നെ പോവുക. ഓക്കെ, ഇവിടെ സ്ലിപ്പുണ്ട്. ഇതൊന്നും ഇപ്പം നിങ്ങളൊന്നും ചെയ്യണ്ട. ഇതിനകത്തും ഫുൾ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഫോട്ടോഗ്രാഫ്, നിങ്ങൾ ഏത് ഫോട്ടോഗ്രാഫാണോ അപ്ലൈ ചെയ്ത സമയത്ത് കൊടുത്തേക്കുന്നത് അതിൻ്റെ ഒരു കോപ്പി ആണ് ഇവിടെ ഒട്ടിക്കേണ്ടത്. അതുപോലെ തന്നെ താഴെ അവിടെ ഡിക്ലറേഷൻ നിങ്ങൾ അവിടെ എത്തിയതിനു ശേഷം നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ സ്ക്രീനിൽ, നിങ്ങൾ CBT എഴുതാനിരിക്കുന്ന സ്ക്രീനിൽ അവിടെ അത് വ്യൂ ആവും. അത് നിങ്ങൾ ആസ് ഇറ്റ് ഈസ് കോപ്പി ചെയ്യണം, കൈകൊണ്ട് ഇവിടെ എഴുതണം. സ്മാൾ ലെറ്റേഴ്സ് മാത്രം യൂസ് ചെയ്യണം. റണ്ണിങ് ഹാൻഡ് റൈറ്റിംഗ് ആണ് യൂസ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യണ്ട. അവിടെ എങ്ങനെയാണോ സ്ക്രീനിൽ വരുന്നത് അതിനെ ജസ്റ്റ് കോപ്പി ചെയ്യുക. നിങ്ങൾ മൊത്തം ക്യാപിറ്റൽ എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവും കേട്ടോ. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, റിജക്റ്റഡ് ഇൻ ദ കാൻഡിഡേറ്റ് എയ്തർ റൈറ്റ് ദിസ് മാൻഡേറ്ററി ഹാൻഡ് റൈറ്റിംഗ് സാമ്പിൾ ഇൻ ക്യാപിറ്റൽ ലെറ്റർ ഓർ ലീവ് ദി സ്പേസ് ബ്ലാങ്ക്. ഇങ്ങനെ ചുമ്മാതെ വിടാനും പറ്റത്തില്ല, ഫുള്ള് ക്യാപിറ്റൽ ലെറ്റർ എഴുതാനും പറ്റത്തില്ല. ഇങ്ങനെ നോർമൽ ഇത് കണ്ടോ, ഇതാണ് റണ്ണിങ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ സ്മാളും കൂടെ മിക്സ് ചെയ്ത്, ഇവിടെ C ക്യാപിറ്റൽ ആണെങ്കിൽ ബാക്കിയൊക്കെ സ്മാൾ ലെറ്റേഴ്സ് അല്ലേ. അതുപോലെ നിങ്ങൾ ഇങ്ങനെ അങ്ങ് എഴുതി പോകണം. അല്ലാതെ മൊത്തം ക്യാപിറ്റൽ സാധാരണ നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ ചെയ്യില്ല, അങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ. റണ്ണിങ് ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഇതുപോലുള്ള റൈറ്റിംഗ് എഴുതണം. അതൊക്കെ നിങ്ങൾക്ക് അവിടെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കിട്ടും, നിങ്ങൾ കൺഫ്യൂസ് ആകണ്ട. ഓക്കെ, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഇവിടെ ക്ലിയർലി തന്നിട്ടുണ്ട്. കാൻഡിഡേറ്റ് വിൽ ബി അലൗഡ് ടു അപ്പിയർ ഇൻ ദ എക്സാമിനേഷൻ ഓൺലി ഓൺ പ്രൊഡ്യൂസിങ് ഈ കോൾ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഡൗൺലോഡ് ആയ കോൾ ലെറ്റർ, ഫോട്ടോഗ്രാഫ് ആൻഡ് ഒറിജിനൽ ഫോട്ടോ ID. ഒറിജിനൽ ആണ്, ഇതിന്റെ ഫോട്ടോ കോപ്പി ഒന്നും കൊണ്ടുപോകരുത്. ഒറിജിനൽ നിങ്ങൾ ID കൊണ്ടുപോകണം, ഫോട്ടോഗ്രാഫ്സ് കൊണ്ടുപോകണം, ഈ കോൾ ലെറ്റർ കൊണ്ടുപോകണം. ഓക്കെ, കാൻഡിഡേറ്റ് ഷുഡ് റിപ്പോർട്ട് അറ്റ് ദ എക്സാം സെന്റർ വെൽ ഇൻ അഡ്വാൻസ്. അതൊക്കെ നമുക്കറിയാലോ, നമ്മൾ നേരത്തെ എത്തണം. ഇവിടെ 3 ഷിഫ്റ്റുകളാണുള്ളത്. 3 ഷിഫ്റ്റിന്റെ റിപ്പോർട്ടിംഗ് ടൈം
ഗേറ്റ് ക്ലോസിംഗ് ടൈം, എക്സാം സ്റ്റാർട്ട് ടൈം തന്നിട്ടുണ്ട്. നമ്മുടെ PSC പോലെ അല്ല ഇത് കേട്ടോ. അപ്പൊ ഷിഫ്റ്റ് 1 ആണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾ 7:30 ആകുമ്പം അവിടെ എത്തണം. ഗേറ്റ് 8:30 അടയ്ക്കും. 8:30 നിങ്ങൾ ഗേറ്റ് അടയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് 8:30 ആകുമ്പം ചെല്ലരുത്. നിങ്ങൾ 7:30 തന്നിട്ട് 7:30 തന്നെ ചെയ്യണം. കാരണം ഇത് CBT 1 ചിലപ്പം വളരെ തിരക്കാണ്, വളരെ വലിയ ലൈൻ കാണും. അപ്പൊ നിങ്ങൾ നേരത്തെ അവിടെ തന്നെ, നമ്മളൊരു ഇമ്പോർട്ടന്റ് കാര്യത്തിന് പോകുമ്പോൾ 7:30 എന്ന് പറഞ്ഞാൽ 7:15 എത്തിയാലും കുഴപ്പമൊന്നുമില്ല അല്ലെ, ലേറ്റ് ആകാതിരുന്നാൽ മതി. അതുപോലെ 11 മണിക്ക് റിപ്പോർട്ടിംഗ് ടൈം ഉള്ളവർക്കാണ് ഷിഫ്റ്റ് 2. 12 മണിക്ക് ഡേറ്റ് ക്ലോസ് ആവും, 12:30 എക്സാം സ്റ്റാർട്ട് ആവും. ഷിഫ്റ്റ് 3 ആണെങ്കിൽ 3 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം, 4 മണിക്ക് ഗേറ്റ് ക്ലോസ് ആവും, 4:30 എക്സാം സ്റ്റാർട്ട് ആവും. നിങ്ങൾ ലേറ്റായി എത്തിയിട്ടുണ്ടെങ്കിൽ ഗേറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറാൻ പറ്റത്തില്ല. ഒരു സെക്കൻഡ് പോലും നിങ്ങൾ താമസിച്ചു വരികയാണെങ്കിൽ ഗേറ്റ് ക്ലോസ് ചെയ്ത അവർ നിങ്ങളെ കയറ്റത്തില്ല, അതെന്തോ സംഭവിച്ചാലും. അപ്പൊ അതുകൊണ്ട് ഓൺ ടൈം നിങ്ങൾ അവിടെ എത്തണം. എത്ര ക്വസ്റ്റ്യൻസ് ആണുള്ളത്? 75 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 60 ദ ഡ്യൂറേഷൻ ഓഫ് CBT വിൽ ബി 60 മിനിറ്റ്സ് ആണ് കേട്ടോ. 60 മിനിറ്റ്സ് ഡ്യൂറേഷൻ. 75 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ടോട്ടലി ഉള്ളത്. ഇവിടെ എന്തൊക്കെ കൊണ്ടുപോകണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് ശ്രദ്ധിച്ചു വായിച്ചു നോക്കിയിട്ട് വേണം പറയാൻ. ആധാർ ലിങ്ക്ഡ് ബയോമെട്രിക്. Candidate should report at the exam center well in advance of the reporting time indicated on the call letter to complete activities such as Aadhaar linked biometric authentication of the candidate, capture of biometric and photo, collection of documents, announcement of instructions. അപ്പോൾ ഈ ഫോർമാലിറ്റികൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കൂടെ ഈ ടൈം എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിംഗ് ടൈം തന്നേക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഓൺ ടൈം എത്തണമെന്ന് പറയുന്നത്. അതുകൊണ്ട് നോ കാൻഡിഡേറ്റ് വിൽ ബി അലൗഡ് ഇൻസൈഡ് ദ ടെസ്റ്റ് സെന്റർ ആഫ്റ്റർ ഗേറ്റ് ക്ലോസിംഗ്. അത് ഞാൻ പറഞ്ഞു. ലേറ്റ് ആയിട്ട് പോയാൽ ഒരു സെക്കൻഡ് ആയാലും അത് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കയറ്റത്തില്ല. നേരത്തെ പോയി കണ്ടുപിടിച്ച് വെക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ദ കോൾ ലെറ്റർ ഷുഡ് ബി സബ്മിറ്റഡ് ഫോർ വെരിഫിക്കേഷൻ അറ്റ് ദ ടൈം ഓഫ് ദ ടെസ്റ്റ്. അറ്റ്ലീസ്റ്റ് 2 ഒറിജിനൽ ആൻഡ് വാലിഡ് ഫോട്ടോ ഐഡന്റിഫിക്കേഷൻ കാർഡ്. കണ്ടോ, ഒരു ഐഡന്റിഫിക്കേഷൻ കാർഡ് മാത്രം കൊണ്ടുപോയാൽ പോരാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആധാർ മാത്രം കൊണ്ടുപോയാൽ പോരാ. അതിൻ്റെ കൂടെ വോട്ടർ ID അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസോ പാൻ കാർഡോ എന്തെങ്കിലും കൊണ്ടുപോകണം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആധാർ നമുക്കൊക്കെ അറിയാം, ചിലപ്പോൾ നമ്മുടെ ഫേസിനെ മാച്ച് ചെയ്യുന്നത് ആവത്തില്ല, ബ്ലർ ആയിരിക്കും ഫോട്ടോസ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ആധാർ മാത്രം കൊണ്ടുപോകരുത്. ആധാറിന്റെ കൂടെ ഒരു ഐഡന്റിഫിക്കേഷൻ കാർഡ് കൂടെ കൊണ്ടുപോകണം. അത് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം. കോപ്പി പറ്റത്തില്ല, ഒറിജിനൽ തന്നെ കൊണ്ടുപോകണം കേട്ടോ. 2 ഐഡന്റിഫിക്കേഷൻ കാർഡ് കൊണ്ടുപോകണം. പിന്നെ ഇവിടെ സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ട്, ഫോട്ടോ കോപ്പി ഓഫ് ദ ID പ്രൂഫ് വിൽ നോട്ട് ബി അലൗഡ്. ഫോട്ടോ കോപ്പി അവർ അലോ ചെയ്യത്തില്ല, 2ഉം ഒറിജിനൽ തന്നെ വേണം. അതുപോലെ തന്നെ ഈ കോൾ ലെറ്ററും നിങ്ങൾ കൊണ്ടുപോകണം കേട്ടോ. കറക്റ്റ് കോപ്പി ഒന്നും എടുത്തുകൊണ്ട് പോകരുത്, പ്രിന്റായി കൊണ്ടുപോകണം. പിന്നെ ബാൻഡ് ഐറ്റംസ് പറഞ്ഞിട്ട് എന്തൊക്കെ അവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അതെല്ലാം ഇവിടെ കറക്റ്റായിട്ട് വായിച്ചു നോക്കണം. ഫോണും ചാർജറും കാര്യങ്ങളും ഹെഡ്സെറ്റും ഒന്നും അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഗേൾസിൻ്റെ പെൻ വിൽ ബി പ്രൊവൈഡ്. അവിടെ നിന്ന് പേന കിട്ടും, പേനയും പേപ്പറും നിങ്ങൾക്ക് അവിടെ കിട്ടും. ആ പേപ്പർ നിങ്ങളുടെ അവർ തിരിച്ചു മേടിക്കുന്നതായിരിക്കും, പേനയും തിരിച്ചു മേടിക്കും. അതുപോലെ കാൻഡിഡേറ്റ് റിക്വസ്റ്റഡ് നോട്ട് ടു അപ്ലൈ ഹെന്ന. മൈലാഞ്ചി ഒന്നും ആരും കയ്യിലും കാലിലും ഇട്ടുകൊണ്ട് പോകരുത്. കാരണം ബയോമെട്രിക്കിൽ ഫിംഗർ പ്രിന്റ് ഒക്കെ അവിടെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ക്ലിയർ ആവത്തില്ല. അതുകൊണ്ടാണ് ഹെന്ന ഓൺ ദെയർ ഹാൻഡ്സ് ഓർ ഫീറ്റ്. ഓക്കെ, നിങ്ങൾ മൈലാഞ്ചി കയ്യിലും കാലിലൊന്നും ഇട്ടിട്ട് പോകരുത്. ദ കാൻഡിഡേറ്റ് ക്യാൻ വ്യൂ ദ ക്വസ്റ്റ്യൻ പേപ്പർ ഇൻ ദ ലാംഗ്വേജ് ഓപ്റ്റഡ് ഫോർ ദ ടൈം ഓഫ് ഫില്ലിംഗ്. നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തപ്പോൾ നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണ് പ്രിഫർ ചെയ്ത് അന്ന് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ നിങ്ങൾ മലയാളം ഫില്ല് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് മലയാളം ഇംഗ്ലീഷും കിട്ടും. നിങ്ങൾ ഇംഗ്ലീഷാണ് പ്രിഫർ ചെയ്തേക്കുന്നത്, ഇംഗ്ലീഷ് മാത്രമേ വരത്തുള്ളൂ. അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് നിങ്ങൾ കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് നെഗറ്റീവ് മാർക്കിംഗ്. 1/3 മാർക്ക് വിൽ ബി ഡിഡക്റ്റഡ്. നിങ്ങൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് മാർക്ക് കൊണ്ട്. നിങ്ങൾ 3 തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ 1 മാർക്ക് പോകും. അതുകൊണ്ട് അറിയാവുന്നത് മാത്രം എഴുതുക. CBT 1 എളുപ്പമായിരിക്കും, നിങ്ങൾ തീർച്ചയായിട്ടും അത് അറ്റൻഡ് ചെയ്യണം. CBT 2 പഠിക്കാനുള്ള സമയം പിന്നെയും നിങ്ങൾക്ക് 2-3 മാസമെങ്കിലും കിട്ടാതിരിക്കത്തില്ല. 2 മാസമെങ്കിലും കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നിങ്ങൾ ഈ പേപ്പർ നന്നായിട്ട് പോയി എഴുതണം. അതിനകത്ത് മാത്സും റീസണിങ്ങും സയൻസും ഫോക്കസ് ചെയ്തുകൊണ്ട് പോകേണ്ട 3 ലാംഗ്വേജ്. കാരണം ഇത് ALPയുടെ എക്സാം, അതുകൊണ്ട് ഈ 3ഉം മാത്സ് റീസണിങ് സയൻസ് ഫോക്കസ് ചെയ്യണം കേട്ടോ. മോക്ക് ടെസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് RRBയുടെ സൈറ്റിൽ വേണമെങ്കിൽ പോയി നോക്കാവുന്നതാണ്.
ബാക്കി ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. ട്രാവൽ എക്സ്പെൻസസ് ഒന്നും നമുക്ക് തരത്തില്ല. എവിടെയായാലും നമ്മൾ തന്നെ അതെല്ലാം ഹാൻഡിൽ ചെയ്യണം. ബാക്കി ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ഇവിടുന്ന് പഠിച്ചിട്ട് പോകണം. അതുപോലെ തന്നെ എന്താണ് ഇവിടെ ബോൾഡായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എക്സാം സെന്ററിൽ എൻ്റർ ആയതിനു ശേഷം, സ്ക്രീനിന്റെ മുമ്പിൽ എത്തിയതിനു ശേഷം, എക്സാം സ്റ്റാർട്ട് ആയതിനു ശേഷം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്യിപ്പിക്കും. ഇത് കണ്ടോ, ഇവിടെ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഫോട്ടോ എടുക്കാം, നിങ്ങളുടെ സിഗ്നേച്ചർ എടുക്കാം. അപ്പൊ ഈ 2-3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് അവർ ഓഫീസേഴ്സ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ സമയം നിങ്ങൾക്ക് തിരിച്ചു കിട്ടത്തില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 മിനിറ്റ് പോയല്ലോ ഈ ബയോമെട്രിക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റിന് വേണ്ടിയിട്ട് എൻ്റെ 2 ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയം പോയല്ലോ എന്ന് പറഞ്ഞിട്ട് കഥയൊന്നുമില്ല. നിങ്ങളത് മാനേജ് ചെയ്തോണം. ആ സമയം നിങ്ങൾക്ക് തിരിച്ചു കിട്ടത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ അവർ വന്നിട്ട് ഓഫീസേഴ്സ് വന്നിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കുന്നു. അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സുകളാണ്. ഓക്കെ, ബാക്കി ഇൻസ്ട്രക്ഷൻസ് നന്നായിട്ടൊന്ന് വായിച്ചു പോകണം. കാരണം ഇത് PSC പോലെയോ SSC പോലെയോ അല്ല, റെയിൽവേ എക്സാം ആണ്. റെയിൽവേ എക്സാം നിങ്ങൾ എഴുതിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഐഡിയ കാണും. ഇല്ലാത്തവരാണെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഓരോ ലൈനും ക്ലിയർ ആയി പഠിച്ചിട്ട് പോകണം. ഓക്കെ, പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പോകണം. ഒറിജിനൽ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത്. ID പ്രൂഫ് 2 എണ്ണം കൊണ്ടുപോകണം. ഫോട്ടോഗ്രാഫ്സ് കൊണ്ടുപോകണം. എത്ര ഫോട്ടോഗ്രാഫ്സ് വേണമെന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മെഹന്തി, മൈലാഞ്ചി കയ്യിലോ കാലിലോ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് പോവുക. ഒറിജിനൽ ആണ് ആധാറും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി പ്രൂഫ് കൂടെ വേണം. അതെല്ലാം ഒറിജിനൽ വേണം. ഫോട്ടോ കോപ്പി കൊണ്ടുപോകാൻ പാടില്ല. ഓക്കെ, പെന്നും റഫ് ഷീറ്റും അവിടുന്ന് കിട്ടും. അതിനകത്ത് ഓരോ ഷീറ്റിനകത്തും നിങ്ങൾ നിങ്ങളുടെ റോൾ നമ്പരും പേരും എഴുതേണ്ടതായിട്ടുണ്ട്. ഈ പേനയും ഈ എഴുതിയ റഫ്യൂസിന് യൂസ് ചെയ്ത പേപ്പറുകളും അവർ തിരിച്ചു വാങ്ങിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എത്ര പേപ്പർ വേണമെങ്കിലും അവർ തരും. പക്ഷെ അതിനകത്തെല്ലാം നിങ്ങളുടെ പേരും റോൾ നമ്പരും നിങ്ങൾ എഴുതിയിരിക്കണം. അതെല്ലാം അവർ തിരിച്ചു വേടിക്കുന്നതും ആയിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് ഒരു മടിയും കാണിക്കേണ്ട. കാരണം CBT എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് റീഫണ്ട് കിട്ടണമെങ്കിൽ CBT 1 അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ റീഫണ്ട് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ CBT 2ന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കാണും. ആ സമയത്ത് നിങ്ങൾക്ക് മോർ പ്രിപ്പറേഷൻസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അതുകൂടാതെ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യുക. കാരണം നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 3 മിസ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ 1 മാർക്ക് പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇപ്പൊ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ലെങ്തി ആയി വരികയാണെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. മാർക്ക് ഫോർ റിവ്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ. അത് സെലക്ട് ചെയ്തിട്ട് മുമ്പോട്ട് നീങ്ങുക. തിരിച്ചു വന്ന് സമയം കിട്ടുകയാണെങ്കിൽ അതൊക്കെ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ കറക്കി കുത്തി സ്പെഷ്യലി ഞാൻ പറയാം, നെഗറ്റീവ് മാർക്ക് ഒപ്പിക്കരുത്. നെഗറ്റീവ് മാർക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തതൊക്കെ തെറ്റായിട്ട് പോകത്തേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് 3 തെറ്റിന് 1 മാർക്ക് പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. മാത്സ്, റീസണിങ്, സയൻസിൽ ഫോക്കസ് ചെയ്ത് ഇനിയും സമയമുണ്ട്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇത് അറ്റൻഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, താങ്ക് യു സോ മച്ച്. ബൈ.